ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഇത് പ്രൈമവേരയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്ക് എങ്ങനെയാണ് പ്രൈമവേര അല്ലെങ്കിൽ P6 സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും ബേസിസിൽ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുത്ത റിലേഷൻഷിപ്പിനെയും ഡ്യൂറേഷനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് സം സെറ്റ് ഓഫ് കാൽക്കുലേഷൻസ് നടത്തി, അതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഈ മെത്തേഡിലൂടെ നമുക്ക് ഒരു റിസൾട്ട് തരും. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് പാത്ത് ഓഫ് ദ പ്രോജക്റ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തരും. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു റിയൽ പ്രോജക്റ്റിൽ മോർ ദാൻ തൗസൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കും മിക്കവാറും കേസസിൽ നമുക്ക് P6 ഹാൻഡിൽ ചെയ്യാനുണ്ടാവുക. അപ്പം ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിലേഷൻഷിപ്പും ഡ്യൂറേഷൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ടോട്ടൽ സ്പാൻ ഓഫ് ദ പ്രോജക്റ്റ്, അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് പാത്ത് ഓഫ് ദ പ്രോജക്റ്റും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രോജക്റ്റും എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് or critical path analysis is an algorithm for scheduling a set of project activities. Okay. ഇനി എന്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് is defined as the sequence of activities that represents the longest path through a project, which determines the shortest possible duration. ഈ ഡെഫിനിഷൻ പ്രോജക്ട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലേറ്റസ്റ്റ് എഡിഷനിലുള്ള ഡെഫിനിഷനാണ്. മാത്രമല്ല ക്രിട്ടിക്കൽ പാത്തിന്റെ ടോട്ടൽ ഫ്ലോട്ടും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ടും വിൽ ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ 0 ആയിരിക്കും. ടോട്ടൽ ഫ്ലോട്ട് എന്താണ്, അതുപോലെ ഫ്രീ ഫ്ലോട്ട് എന്താണ് എന്നുള്ളതും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്ക് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് എങ്ങനെ ഈ ക്രിട്ടിക്കൽ പാത്ത് മാനുവലായിട്ടും അതുപോലെ തന്നെ പ്രൈമവേരയിലും എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് റിസൾട്ട് വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മളിത് മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി പ്രൈമവേരയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്ത് ഒരു 11 ആക്ടിവിറ്റീസിന്റെ പ്രോജക്റ്റ് മാനുവലായിട്ട് ചെയ്ത് നമുക്ക് അതിന്റെ ടോട്ടൽ സ്പാൻ ഓഫ് ദി പ്രോജക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റും ലോങ്ങസ്റ്റ് പാത്ത് ഓഫ് ദ പ്രോജക്റ്റും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് ഓഫ് ദ പ്രോജക്റ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് ഈ സെയിം പ്രോജക്റ്റ് പ്രൈമവേര എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് തരും എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ നമ്മൾ ഈ ടേബിളിൽ കാണുന്ന ആക്ടിവിറ്റീസും അതിന്റെ ഡ്യൂറേഷനും റിലേഷൻഷിപ്പും ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ 11 ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് 11 റെക്ടാങ്കുലർ ബോക്സസ് വരച്ചിട്ടുണ്ട്. ഓരോ റെക്ടാങ്കുലർ ബോക്സസും ഫെർദർ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിജൻഡ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോക്സും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി അതൊന്ന് നോക്കാം. ഫസ്റ്റ് ബോക്സ്
ES ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഏർലി സ്റ്റാർട്ട്. നെക്സ്റ്റ് ഏർലി ഫിനിഷ് ആണ്. പിന്നെ ലേറ്റ് സ്റ്റാർട്ട് ആണ്, ലേറ്റ് ഫിനിഷ്. പിന്നെയുള്ള ബോക്സ് ഡ്യൂറേഷൻ, ആക്ടിവിറ്റി, ഫ്ലോട്ട്. അപ്പം ഇത്രയുമാണ് ഇതിന്റെ ലിജൻസ്. ഇനി നമ്മൾ ഈ ടേബിളിൽ കാണുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഇൻപുട്ട് ചെയ്യാം. ഫസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും കൊടുക്കാം. A, C, D. ഓക്കെ. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷൻസ് എല്ലാ ആക്ടിവിറ്റീസിനും കൊടുക്കുക. ഇവിടെ നോക്കുക, സെയിം ഇവിടെ അപ്ലൈ ചെയ്യുക. ഡ്യൂറേഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ കൊടുക്കുക. ഓക്കെ. പിന്നെ റിലേഷൻഷിപ്പ്, ഇവിടെ പ്രെഡിസിസർ തന്നിട്ടുണ്ട് എല്ലാ ആക്ടിവിറ്റീസിന്റെയും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ABC 3 ആക്ടിവിറ്റിക്ക് പ്രെഡിസിസർ ഇല്ല, അപ്പം അത് പാരലൽ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ ആക്ടിവിറ്റിക്കും പ്രെഡിസിസർ തന്നിട്ടുണ്ട്. D ആക്ടിവിറ്റിക്ക് A ആണ് പ്രെഡിസിസർ, മീൻസ് A ഫിനിഷ് ചെയ്തിട്ടായിരിക്കും D സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഇന്റെ പ്രെഡിസിസർ B ആണ്. F ആക്ടിവിറ്റിന്റെ പ്രെഡിസിസറും B ആണ്, മീൻസ് F കഴിഞ്ഞിട്ടായിരിക്കും Eയും Fഉം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ആക്ടിവിറ്റീസും നോക്കിയിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റിലേഷൻഷിപ്പ് ഒരു ആരോ വെച്ചിട്ടാണ് കാണിച്ചത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഇൻപുട്സ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും ഇൻപുട്സ് കൊടുത്തതിന് ശേഷം ഇനി ഏർലി സ്റ്റാർട്ട്, ഏർലി ഫിനിഷ്, ലേറ്റ് സ്റ്റാർട്ട്, ലേറ്റ് ഫിനിഷ്, ഈ 4 ഡേറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ സ്പാൻ ഓഫ് ദ പ്രോജക്റ്റ് കിട്ടും. ഫസ്റ്റ് ആക്ടിവിറ്റി എ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എനി മന്ത് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഡേ 1 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ. ഇനി അതിന്റെ ഡ്യൂറേഷൻ നമുക്കറിയാം 3 ആണ്. അപ്പോൾ ആക്ടിവിറ്റി എ അവസാനിക്കുന്നത് 3rd ഡേയിലായിരിക്കും. 1, 2, 3. ഓക്കെ, 3rd ഡേയിലായിരിക്കും ആക്ടിവിറ്റി എ അവസാനിക്കുക. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ബിയും പാരലൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 days ആണ് ഡ്യൂറേഷൻ. അപ്പോൾ 11th ഡേ ആയിരിക്കും ബി ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ സി 9th ഡേയിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി ഡി നോക്കാം. ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എ ഫിനിഷ് ചെയ്തതിന് നെക്സ്റ്റ് ഡേ ആണ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും, അതായത് 4th ഡേ. പിന്നെ അതിന്റെ ഡ്യൂറേഷൻ ആഡ് ചെയ്താൽ 10th ഡേയിലായിരിക്കും ആക്ടിവിറ്റി ഡി ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ ഇയും എഫും നോക്കാം. അത് 12th ഡേയിലായിരിക്കും ഇയും എഫും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി ബി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ആഡ് ചെയ്തിട്ട് 20th ഡേയിലായിരിക്കും അവസാനിക്കുക. ഇത് എഫ് 16th ഡേയിലായിരിക്കും അവസാനിക്കുക. അതുപോലെ ജിയും എച്ചും 10th ഡേയിലായിരിക്കും. ആക്ടിവിറ്റി സി കഴിഞ്ഞ് 10th ഡേയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ഫിനിഷ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഐ നോക്കുമ്പോൾ ആക്ടിവിറ്റി ഐ കഴിയുന്നത് ആക്ടിവിറ്റി ഡിയും ഇയും ഫിനിഷ് ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ അതിൽ ലേറ്റ് ആയിട്ട് കഴിയുന്നത് ഏത് ആക്ടിവിറ്റി ആണെന്ന് നോക്കാം. ഇതിൽ ആക്ടിവിറ്റി ഇ ആണ് ലേറ്റ് ആയിട്ട് കഴിയുന്നത് 20th ഡേയിൽ. അപ്പം 21st ഡേയിലായിരിക്കും ആക്ടിവിറ്റി ഐ സ്റ്റാർട്ട് ചെയ്യാം. കറസ്പോണ്ടിങ്
37th ഡേയിലാണ് ആക്ടിവിറ്റി ഐ ഫിനിഷ് ചെയ്യുന്ന ഡേ വരുന്നത്. ഇനി ആക്ടിവിറ്റി ജെ അതുപോലെ തന്നെ എഫും ജിയും കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ലേറ്റ് ഫിനിഷ് ഡേറ്റ് കൊടുക്കുക 17. ലേറ്റ് ഫിനിഷ് ഡേറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ 17th. ഇപ്പോൾ 21st ഫിനിഷ് ഡേറ്റ്. ഇനി ആക്ടിവിറ്റി കെ കഴിയുന്നത് ഐ ജെ എച്ച് ഈ 3 ആക്ടിവിറ്റീസും ലേറ്റ് ഫിനിഷ് ഡേറ്റിന് ശേഷമുള്ള ഡേറ്റ് ആയിരിക്കും 38th ആയിരിക്കും. അപ്പോൾ 38 + 3 40th ഡേയിലായിരിക്കും നമ്മളെ കെ ലാസ്റ്റ് ആക്ടിവിറ്റി കെ ഫിനിഷ് ചെയ്യുന്നത്. മീൻസ് നമ്മളെ ടോട്ടൽ സ്പാൻ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്നത് 40 days ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് ഏർലി സ്റ്റാർട്ടും ഏർലി ഫിനിഷും ഫോർ ദ ഹോൾ ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ ഫോർവേഡ് പാസ് എന്നാണ് പറയാ. ഇനി നേരെ ബാക്ക്വേർഡ് പാസ് ചെയ്ത് നോക്കാം ഫോർ കാൽക്കുലേറ്റിംഗ് ലേറ്റ് സ്റ്റാർട്ട് ആൻഡ് ലേറ്റ് ഫിനിഷ്. ഓക്കെ, അപ്പം ബാക്ക്വേർഡ് പാസിൽ ഫസ്റ്റ് തന്നെ ലാസ്റ്റിലുള്ള ആക്ടിവിറ്റീസ് കെ അത് നമുക്കറിയാം 40th അതിൻ്റെ ലേറ്റ് ഫിനിഷ് ഡേറ്റ് വരിക. പിന്നെ അതിൻ്റെ ലേറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു 3 days മൈനസ് ചെയ്യുക, അതായത് 40, 39, 38. അപ്പോൾ 38ലായിരിക്കും അതിൻ്റെ ലേറ്റ് സ്റ്റാർട്ട്. അതുപോലെ തന്നെ ബാക്കി ആക്ടിവിറ്റി ഐ ആണെങ്കിൽ ആക്ടിവിറ്റി ഐയുടെ ലേറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് കെയുടെ ലേറ്റ് സ്റ്റാർട്ട് -1 ആയിരിക്കും. ഇനി അതിൻ്റെ ലേറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അത് ഡ്യൂറേഷനിൽ നിന്ന് മൈനസ് ചെയ്യുക. 37ൽ 17 days മൈനസ് ചെയ്താലാണ് 21st day കിട്ടുക. അതായിരിക്കും ആക്ടിവിറ്റി ഐയുടെ ലേറ്റ് സ്റ്റാർട്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും LFഉം LSഉം കാണുക. ഇനി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോർമുല ഇവിടെ കാണിക്കാം, അത് വെച്ച് ചെയ്താലും മതി. ഓക്കെ, അപ്പം ആക്ടിവിറ്റി ജെ കിട്ടി, എച്ച് കിട്ടി, ഈ ആക്ടിവിറ്റി ബിയുടെ കേസിൽ നമുക്ക് അതിന്റെ സക്സസർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഇയും എഫും അതിന് 2 ലേറ്റ് സ്റ്റാർട്ട് വരുന്നുണ്ട്, 12ഉം അതുപോലെ 28ഉം. അപ്പോൾ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബാക്ക്വേർഡ് പാസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ ഡേറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവിടെ 12 കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന്റെ തൊട്ട് മുമ്പുള്ള ഡേറ്റ് ആയിരിക്കും ലേറ്റ് ഫിനിഷ് ഓഫ് ആക്ടിവിറ്റി ബി വരിക. ആക്ടിവിറ്റി സിന്റെ കേസിലും അതുപോലെ തന്നെ 28ഉം 19ഉം 2 ലേറ്റ് സ്റ്റാർട്ടാണുള്ളത്. അതിൽ ഏറ്റവും കുറഞ്ഞ ലേറ്റ് സ്റ്റാർട്ടിലെ ഡേറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ തൊട്ട് മുമ്പത്തെ ഡേറ്റ് ആയിരിക്കും ലേറ്റ് ഫിനിഷ് ഓഫ് ആക്ടിവിറ്റി സി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഡേറ്റ്സും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഓൾറെഡി ടോട്ടൽ സ്പാൻ ഓഫ് ദ പ്രോജക്റ്റ് കിട്ടി, 40 days ആണ് നമ്മൾ ടോട്ടൽ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്രിട്ടിക്കൽ പാത്ത് ഓഫ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് പാത്ത് ഓഫ് ദ പ്രോജക്റ്റ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനി ഫ്ലോട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് ഈച്ച് ആക്ടിവിറ്റീസിന്റെയും ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കണം. ഫ്ലോട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല LF - EF അല്ലെങ്കിൽ LS - ES. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് 0 ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നതെന്ന്. ഇവിടെ ആക്ടിവിറ്റി എ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്റെ ഫ്ലോട്ട് 10 ആണ് വരുന്നത്, 13 - 3 10 ആണ്. അതുപോലെ ബി 11 - 11 അല്ലെങ്കിൽ 1 - 1 0 ആണ്. അതുപോലെ എല്ലാ ആക്ടിവിറ്റീസും കാണുക.
ഓക്കെ, സോ നമ്മളെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. BEIK ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ പാത്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രോജക്റ്റ്. ഈ സെയിം പ്രോജക്റ്റ് നമ്മൾ P6 എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ P6 ഞാൻ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഓൾറെഡി ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി റിലേഷൻഷിപ്പ് കൊടുക്കാം. നമുക്കറിയാം എയുടെ സക്സസർ ABC പാരലൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇനി D, A കഴിഞ്ഞിട്ടാണ് D. അപ്പോൾ നമ്മളിവിടെ റിലേഷൻ കൊടുക്കുക. അതുപോലെ B, Eയും Fഉം കഴിഞ്ഞ് ബിയുടെ പ്രെഡിസസർ വരുന്നത് അതുപോലെ സിയുടേത് ജിയും എച്ചുമാണ്. അതുപോലെ ഡിയും ഇയുമാണ് ഐയുടെ പ്രെഡിസസർ. എഫും ജിയും ജെയുടെ പ്രെഡിസസർ. IJH. ഓക്കെ, നമ്മൾ എല്ലാ റിലേഷൻഷിപ്പും കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രൈമവര ഇതവിടെ ഫ്രീ ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും എല്ലാം ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ പാത്ത് ഇതാ BEIK. ടോട്ടൽ സ്പാൻ ഓഫ് ദ പ്രോജക്റ്റ് ഇതാ 40 days. ഫസ്റ്റ് ഡേ ഓഫ് ജൂണിൽ തുടങ്ങി 10th ജൂലൈയിൽ, അതായത് 40th ഡേ വരുന്നത് 10th of July ആണ്. അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ പ്രൈമവര ജസ്റ്റ് നമ്മൾ ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്ത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ വെറും 11 ആക്ടിവിറ്റീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ മാനുവലായിട്ട് ചെയ്ത് കാണിച്ചത്. അതിന് തന്നെ നമ്മൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ചെയ്തത്. ഇനി thousands ഓഫ് ആക്ടിവിറ്റീസ് ഇതുപോലെ മാനുവലായിട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇൻപുട്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് വളരെ ഒരു വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് സോഫ്റ്റ്വെയർ തരുന്നതാണ്. അതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ.